അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കസ്റ്റർഡ് മിൽക്ക് ഷേക്കാണ്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കസ്റ്റർഡ് മിൽക്ക് ഷേക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് ഞാൻ 300 ml പാൽ ഒഴിച്ചിട്ടുണ്ട്. ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പാലിൽ തന്നെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ് കസ്റ്റർഡ് പൗഡർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കൂട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ പാലിൽ കലക്കിയിട്ട് നമ്മൾ ഒഴിക്കുക. ഇത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കസ്റ്റർഡ് കുറുക്കിയെടുക്കാനായിട്ട്. നല്ല തീയിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ കൊക്കോ പൗഡർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഒരു പാകത്തിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ തണുത്തിട്ടുള്ള കസ്റ്റർഡ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാൽ ഐസാക്കിയിട്ടാണ് ചേർക്കാറുള്ളത്. ഇതിലേക്ക് നമ്മൾ പാല് ഐസാക്കുന്നില്ല. കസ്റ്റർഡ് നല്ല തിക്കായതുകൊണ്ടാണ് കേട്ടോ. ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾ ഇട്ട് കൊടുക്കുക. പഞ്ചസാര എത്ര വേണമെന്ന് വെച്ചാൽ അത് അത്രയും ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് തണുത്തിട്ടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാല് ഐസാക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, കസ്റ്റർഡ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാല് ഐസും കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും വെള്ളത്തിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല, നല്ല കട്ടിയായിട്ടാവും ഇരിക്കുക. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ തണുത്ത പാല് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നേരത്തെയൊക്കെ നമ്മൾ കസ്റ്റർഡ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഉറുമാമ്പഴം ഒന്ന് പൊളിച്ചിട്ട് അതിൻ്റെ ഒരു സീഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരിക്കലും നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അത് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് കുടിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ വാനില ഐസ്ക്രീം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കും അതുപോലെ നമ്മൾ കുടിക്കുന്ന സമയത്ത് കുറച്ചൊരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ്. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.